വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും കോഫി വിത്ത് പവർ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളിന്ന് പോകുന്നത് കണ്ണൂർ അറഫ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പം കണ്ണൂർ അറഫ റെസ്റ്റോറൻറ്റ് അറിയുന്നവർക്കറിയായിരിക്കും. നല്ല സ്പെഷ്യലായിട്ടുള്ള കല്ലുമ്മക്കായ് ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ. കല്ലുമ്മക്കായ് ബിരിയാണി മാത്രമല്ല, കല്ലുമ്മക്കായ് ഫ്രൈ ഉണ്ട്, പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട്, ബീഫ് റോസ്റ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയുന്നപ്പോൾ അറഫ റെസ്റ്റോറൻറ്റിൽ അടിപൊളിയാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സ്പോട്ട് നോക്കിയിട്ട് നമ്മൾ ഒരു 12 മണിയാകുമ്പോഴേക്കും ഇറങ്ങി കേട്ടോ. കണ്ണൂരിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് ഒരു മാർക്കറ്റിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ മാത്രമുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാറൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ കുറച്ച് ദൂരെ വണ്ടിയൊക്കെ വെച്ചിട്ട് നടന്നിട്ട് പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ വരുന്നവരൊക്കെ ബൈക്കൊക്കെ എടുത്തിട്ട് വരുന്നവർക്കാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് കഴിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തിയപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കല്ലുമ്മക്കായ് ബിരിയാണിക്ക് 300 രൂപയും കല്ലുമ്മക്കായ് ഫ്രൈക്ക് 220 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സീസൺ അനുസരിച്ചിട്ട് നമ്മുടെ അതിൽ റേറ്റിൽ വ്യത്യാസമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ് ബിരിയാണി വന്നു. അപ്പോൾ ബിരിയാണി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പം നല്ല നല്ല വലിയ പീസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു 9 പീസോളം എനിക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെ വരാത്തവർ വന്ന് കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. സൂപ്പർ ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇറങ്ങി. കുറച്ച് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലെത്തി കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഒരു ഫിലിമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ഫിലിമൊക്കെ കാണാൻ പോയിട്ട്, അങ്ങനെ ഒരു ഫിലിമൊക്കെ കാണാൻ വേണ്ടി നേരെ കണ്ണൂർ കൂത്തുപറമ്പിലേക്ക് പിടിച്ചു കേട്ടോ. അപ്പം കൂത്തുപറമ്പുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ കൂത്തുപറമ്പ് ബേബി സിനിമാസിലേക്ക് എത്തി. ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഉള്ളിൽ കയറി. അങ്ങനെ ഫിലിമൊക്കെ കണ്ട് നൈറ്റ് ഒരു 9:30 ഇറങ്ങി കേട്ടോ. അപ്പം നമ്മളൊരു 4 മണി ഷോ ആണ് കയറിയത്. അപ്പോൾ ഫിലിമൊക്കെ കണ്ടു. നമ്മുടെ ബിരിയാണിയൊക്കെ തേച്ചു. അപ്പം മസാല ദോശ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം മസാല ദോശ ഇത്തവണ ഒരു സ്പെഷ്യലാണ്. കൂന്തൽ മസാല ദോശയും പിന്നെ ബീഫ് മസാല ദോശയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ കൂന്തൽ മസാല ദോശയാണ്, അഥവാ കണവ എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റുള്ള മസാല ദോശയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂന്തൽ മസാല ദോശ കഴിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മസാല ദോശയും ചായയൊക്കെ കഴിച്ചു. നേരെ ഒരു 10 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തുടർന്നും സപ്പോർട്ട് ഉണ്ടാകുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.